ഹായ് പ്രൈസ് ലോർഡ്. പി വി യോഗന്നാൻ എന്ന ദൈവഭക്തൻ എഴുതിയൊരു ഗാനമാണ് ദേവനന്ദനാം ശ്രീയേശു നായക. ദേവനന്ദനാം ശ്രീയേശു നായക, അനുദിനം നീ എൻ്റെ സംഗീതമേ. ദേവനന്ദനാം ശ്രീയേശു നായക, അനുദിനം നീ എൻ്റെ സംഗീതമേ. സത്യദേവസ്വരൂപ നിത്യജീവേശ്വര, നമിച്ചിടും നീ നിന്റെ കാൽത്തളിരിൽ. ദേവനന്ദനാം ശ്രീയേശു നായക, അനുദിനം നീ എൻ്റെ സംഗീതമേ. പാപനാശകാരിണ പരമാത്മജനേ, ദീനരക്ഷണീയം കരുണാസനനേ, ജീവജാലപാലക അഖില ഗുണവരദ, നമിച്ചിടും നീ നിന്റെ കാൽത്തളിരിൽ. ദേവനന്ദനം ശ്രീയേശു നായക, അനുദിനം നീ എൻ്റെ സംഗീതമേ. മന്നരിൽ മന്നവൻ അഖിലാണ്ട നായക, മനുകുല രക്ഷക ഗുണസാഗരമേ, ജീവാമൃത പൂപമാം സ്വർഗീയ മന്നായേ, നമിച്ചിടും നീ നിന്റെ കാൽത്തളിരിൽ. ദേവനന്ദനാം ശ്രീയേശു നായക, അനുദിനം നീ എൻ്റെ സംഗീതമേ. കൃപയിൽ ധന്യനാം കാരുണ്യമൂർത്തി, നീ എനിക്കഭയം രക്ഷാദുർഗവും. ആശ്രിതവത്സല പരമദയാലോ, നമിച്ചിടും നീ നിന്റെ കാൽത്തളിരിൽ. ദേവനന്ദനം ശ്രീയേശു നായക, അനുദിനം നീ എൻ്റെ സംഗീതമേ. തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷഫലം തിന്നപ്പോൾ ഉടനെ ഇരുവരുടെയും, അത് ആദാമിൻ്റെയും ഹവ്വയുടെയും കണ്ണ് തുറന്നു എന്ന് നമ്മൾ കാണുന്നു. തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞ് അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട് ഉണ്ടാക്കി. ഈ അരയാട് അല്പനേരത്തേക്ക് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഉൽപ്പത്തി 3:21 നാം കാണുന്ന യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. പാപികളായ നമ്മുടെ പാപം മറയ്ക്കാൻ നമ്മൾ ചെയ്യുന്ന എല്ലാ നീതിപ്രവൃത്തികളും കര പോലുള്ള ആ തുണി പോലെയാണ്. എന്നാൽ കർത്താവ് നമ്മെ നീതി വസ്ത്രധാരികളാക്കി മാറ്റാൻ കാൽവറിയിൽ യാഗമായി തീർന്നു. പാപികളായി എന്നേക്കും നമ്മൾ ജീവിക്കാതിരിക്കേണ്ടതിന് നഷ്ടപ്പെട്ടു പോയ നമ്മെ വീണ്ടെടുക്കാനായിട്ട് കർത്താവ് കനിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 3-ാം നാം പിന്നെയും കാണുന്നു, യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മൾ ഒരുത്തിനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുത്തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് നാം കാണുന്നു. ഇങ്ങനെ ദൈവം മനുഷ്യനെ പുറത്താക്കി കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിൽ കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു.
റോമർ 5-ാം അധ്യായത്തിൽ നാം കാണുന്ന ഏക മനുഷ്യ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികവും കവിഞ്ഞിരിക്കുന്നു. അത് ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതി ദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികവുമായി ജീവനിൽ വാഴുക തന്നെ ചെയ്യും. അങ്ങനെ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേണ്ട അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുക തന്നെ ചെയ്യും. നീതിമാന്മാരായി തീരും. അതിന് ഞാൻ പാപിയാണെന്ന് സമ്മതിച്ച് എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് ഏറ്റുപറഞ്ഞ് ആ കർത്താവിൽ ആശ്രയിക്കുമ്പോഴാണ് അത് സാധ്യമായി തീരുന്നത്, നാം നീതിമാന്മാരായി തീരുന്നത്. കർത്താവിന് സ്തോത്രം. ഇന്നത്തെ വാക്യ അപ്പോസ്തലപ്രവൃത്തി 4:12. മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പോസ്തലപ്രവൃത്തി 4:12. കൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവായി നിന്നെ ദൈവം മിത്രമാക്കി, രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനാ. ഈ സ്നേഹസ്വരൂപൻ എൻ ആത്മസ്നേഹിതൻ, ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ സൗഖ്യമാ, ഘോര വിപത്തുകളിൽ എന്നെ താ, ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. God bless you.